അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ കാര്യം സഫലമാകാൻ ഈ ഒരു പ്രത്യേക അമൽ മാത്രം ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അത് കടബാധ്യതയാകാം, അല്ലെങ്കിൽ മാറാവ്യാധികളാകാം, അല്ലെങ്കിൽ ജോലി തടസ്സങ്ങളാകാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിവാഹം നടക്കാത്തതാകാം. എന്തുമാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ ഈ പുണ്യമാസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു ലളിതമായിട്ടുള്ള വഴിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് പ്രവാചക സ്നേഹം മനസ്സിൽ നിറയ്ക്കേണ്ട സമയമാണ്. എല്ലാ സമയത്തും വേണം, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല 10 റഹ്മത്തുകൾ നമ്മുടെ മേൽ ചൊരിയുമെന്നാണ് നമ്മൾ ഹദീസുകളിൽ കാണുന്നതും പഠിച്ചതും അല്ലേ. റബീഉൽ അവ്വൽ മാസത്തിലെ ഓരോ നിമിഷവും സ്വലാത്തുകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും ധന്യമാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലാക്കി ചോദിച്ചാൽ ആ പ്രാർത്ഥനകൾ തള്ളപ്പെടില്ല എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇനി എന്താണ് നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട അമൽ എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാം. ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, സമയം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. സമയം രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമോ 2 റക്അത്ത് ഹാജത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറാനുള്ള നിസ്കാരം നിർവഹിക്കുക. ആ നിസ്കാരം അറിയില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ വീഡിയോ ഇട്ട് തരാം. അതിനുശേഷം സ്വലാത്ത് നിസ്കാരത്തിന് ശേഷം പുണ്യ റബീഉൽ മാസത്തിൻ്റെ ബർക്കത്ത് മുൻനിർത്തി നിങ്ങൾ ഈ സ്വലാത്ത് 100 തവണ ചൊല്ലണം. സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം. പൂർണ്ണ മനസ്സോടെ ചൊല്ലുക. പിന്നെ ഇസ്തിഗ്ഫാറും 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സിൽ ശുദ്ധീകരിച്ചിട്ട് ചൊല്ലണം. ദുആ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം വളരെ നീണ്ട പ്രാർത്ഥനയായി അള്ളാഹുവിനോട് ചോദിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്ത് മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഇത് ഈ മാസത്തിൽ കുറഞ്ഞത് 7 ദിവസമോ അല്ലെങ്കിൽ ഈ മാസം മുഴുവനോ തടസ്സമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു പോരണം. ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ പൂർണ്ണമായി ആത്മാർത്ഥതയും അള്ളാഹുവിൽ ഉറച്ച പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. ഞാനിത് ചെയ്യുന്നു, അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന വിശ്വാസമാണ് പ്രധാനം. നമ്മൾ മനസ്സറിഞ്ഞ് പ്രവാചകരുടെ മേൽ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുക മാത്രമല്ല ചെയ്യുന്നത്, മനസ്സമാധാനവും വീടുകളിൽ ബർക്കത്തും ഉണ്ടാകുന്നു. എത്ര വലിയ പ്രയാസങ്ങൾ കഴിയുന്നവരാണെങ്കിലും ഈ റബീഉൽ അവ്വൽ മാസത്തെ ഇതിനായിട്ട് നമ്മൾ മാറ്റിവെക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ, ഈ വരും ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കി കളയാതെ ഈ പുണ്യ അമൽ നിങ്ങൾ പതിവാക്കുക. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം സഫലമാക്കി തരട്ടെ. നമ്മുടെ വീടുകളിലും കുടുംബത്തിലും റഹ്മത്തിനെയും ബർക്കത്തിനെയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ ഷിഫയാകട്ടെ, കടങ്ങൾ വീട്ടി തരട്ടെ. അപ്പം ഏതാണ് ഈ സ്വലാത്ത് എന്ന് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഈ സന്ദേശം നിങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഏതാണ് സ്വലാത്ത് എന്ന് ഈ സ്ക്രീനിൽ ഞാൻ കൊടുക്കുക, അത് പ്രകാരം നിങ്ങൾ ചൊല്ലുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഏത് സ്വലാത്താണ് ചെയ്യേണ്ടത്? 100 തവണ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ എന്താണോ അത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل مهلوم لك. മനസ്സിലായില്ലേ? അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഇശാ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമോ 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഈ അമൽ ചെയ്യേണ്ടതാണ്. ഹാജത്തിൻ്റെ നിസ്കാരം അറിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നിസ്കാരം വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.